ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞ പടത്തിന്റെ റിവ്യൂ ആണ്. ആദ്യം തന്നെ ഇതിൽ സ്പോയിലർ ഒന്നുമില്ല, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാവുന്നതാണ്. ഒറ്റ വാക്കിൽ പടം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി എന്ന് വെച്ചാൽ നല്ല പടം തന്നെയാണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ടോം ക്രൂസിനെ കുറിച്ച് പറയാം. ആളെ കിട്ടലായിട്ട് ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ MI ഫസ്റ്റ് ഏകദേശം 1996 പുറത്തിറങ്ങിയത്. അതിൽ തുടങ്ങിയതാണ് ആള്. അപ്പോൾ ഓട്ടമായി കഴിഞ്ഞാലും ചാട്ടായി കഴിഞ്ഞാലും സ്റ്റൺസ് ആയി കഴിഞ്ഞാലും ലുക്കൊക്കെ ആയി കഴിഞ്ഞാലും ഒരേപോലെ തന്നെയാണ് അന്നൊക്കെ. ആൾ മുന്നത്തെ പാർട്ട് എന്ന് വെച്ചാൽ മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1 എന്ന് പറഞ്ഞ പടത്തിൽ ആള് ഒരു മൗണ്ടൈൻ്റെ മുകളിൽ വണ്ടി എടുത്തിട്ട് താഴത്തേക്ക് ചാടുന്ന രീതിയിലായിരുന്നു ഒരു സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒറിജിനലായിട്ട്. ഇപ്രാവശ്യം പ്ലെയിനിന്റെ മുകളിലായിരുന്നു ആളുടെ സ്റ്റൺസ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഒറിജിനലി ആൾ ചെയ്തിട്ടുള്ളത് അത് കിള്ളനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട്. അത് ഏകദേശം ഒരു 20 മിനിറ്റോളം ഉണ്ട് തോന്നുന്നുണ്ടായിരിക്കും. അതും കിള്ളൻ സംഭവമായിട്ടാണ് തോന്നിയത്. അതും ആൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അണ്ടർ വാട്ടർ സീക്വൻസ്. പക്ഷേ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവം ആ പ്ലെയിനിന്റെ സംഭവം എന്നാണ് പേഴ്സണലി തോന്നിയത്. എന്തായാലും അണ്ടർ വാട്ടർ സീക്വൻസിലുള്ള അതിന്റെ സൗണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ വേറെ ലെവലായി തോന്നി. അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള പടം ഉണ്ട് ഈ പടം. പിന്നെ പടത്തിന്റെ വില്ലനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജാതി വില്ലനാണ്. എന്ന് വെച്ചാൽ MI7 എന്ന് വെച്ചാൽ മിഷൻ ഇമ്പോസിബിൾ 7 കഴിഞ്ഞ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിൽ ഉണ്ടായിരുന്ന സെയിം വില്ലൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷേ മെയിൻ വില്ലൻ എന്ന് പറയുന്ന ഈ പടത്തിൽ AI ആണ്. അത് കഴിഞ്ഞ പാർട്ടിൽ കാണിച്ച പോലെ തന്നെയാണ് ഇതിലും. പിന്നെ പോം ക്ലെമന്റിഫിന്റെ ക്യാരക്ടർ കിഡ്ലനായിരുന്നു. ആറ്റിറ്റ്യൂഡ് കൊണ്ടും ആക്ഷൻ കൊണ്ടൊക്കെ ആള് കിഡ്ലനാക്കി വെച്ചിട്ടുണ്ട്. അത് ആളെ കഴിഞ്ഞ പാർട്ടിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എന്തായാലും ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടത്തിൽ പഴയ പടങ്ങളിൽ എന്ന് വെച്ചാൽ മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലത്തെ പഴയ പടങ്ങളിലത്തെ ആൾക്കാരൊക്കെ കുറച്ച് പേരുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ പാർട്ടുകൾ എന്ന് വെച്ചാൽ മിഷൻ ഇമ്പോസിബിൾ 1 മുതൽ 7 വരെയുള്ള കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പഴയ പാർട്ട് കണ്ടില്ലെങ്കിലും ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഒരു കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പഴയ പടങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഇമ്പാക്റ്റും കിട്ടും. ഇപ്പോൾ ഒന്നും കാണാൻ ടൈമില്ലെങ്കിൽ ജസ്റ്റ് മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1 എന്ന് വെച്ചാൽ ഇതിന് മുന്നത്തെ പാർട്ടായിട്ടുള്ള ഭാഗമാണ്. കാരണം അതിൻ്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷനാണ് ഈ പടം എന്ന് പറയുന്നത്. ഇവർ ഫസ്റ്റ് ഡെഡ് റെക്കണിംഗ് പാർട്ട് 2 എന്നുള്ള രീതിയിൽ ഇറക്കാൻ വെച്ചിരുന്നതാണ്. പിന്നെ പടം അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസ് നിർത്താനുള്ള രീതിയിലായ കാരണം ദ ഫൈനൽ റെക്കണിംഗ് എന്നുള്ള രീതിയിൽ കൊടുത്തതാണ് ഇവർ. പിന്നെ ഈ പടം ലാസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ പഴയ പടങ്ങളിലെ കുറേ റെഫറൻസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതേമാതിരി ഇമോഷണലി ഭയങ്കര കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ പടം പോകുന്നത്. പിന്നെ പടത്തിൻ്റെ ബാക്കിയുള്ള ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, സ്റ്റോറി, വിഷ്വൽസ്, VFX, മേക്കിംഗ് എല്ലാം വേറെ ലെവൽ തന്നെയാണ്. പിന്നെ മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. ഓൾറെഡി ഒരു ഐക്കോണിക് BGM ഉള്ളതാണ് പടത്തിൽ. ആ BGM കൊണ്ട് വരുമ്പോൾ അപ്പോൾ ഗൂസ്ബംസ് വരും. അതെല്ലാവർക്കും ആ മ്യൂസിക് ഒരു ഐക്കോണിക് മ്യൂസിക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തായാലും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10-9 ആയിട്ട് കൊടുക്കും. ആ ഒരു പോയിന്റ് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എനിക്കറിയത്തില്ല. പക്ഷേ പടത്തിലെ ആക്ഷൻ സീക്വൻസ് പൊതുവെ കുറവാണ്. ഈ മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻസിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പടമാണ്. ഇതിപ്പോൾ ലാസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി ഇമോഷൻ കാര്യങ്ങളൊക്കെ കുത്തിയറച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആക്ഷൻസ് കുറച്ചത്. പക്ഷേ എല്ലാ ആക്ഷൻസൊക്കെ കിടലാനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതേമാതിരി കുറച്ച് സ്ലോ ആണ്. കുറച്ചെന്ന് വെച്ചാൽ കുറച്ചധികം സ്ലോ ആണ് പടം. കൂടുതൽ ഈ കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ ആണ് വരുന്ന പടത്തിൽ. പക്ഷേ ഇത് കട്ട നെഗറ്റീവ് ഒന്നുമല്ല. ഈ ഒരു കാരണത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ള മാത്രം. പക്ഷേ ഞാൻ ഈ പടം നല്ല രീതിക്ക് എൻജോയ് ചെയ്താണ് കണ്ടത്. നിങ്ങൾക്ക് മുന്നത്തെ ഈ മിഷൻ ഇമ്പോസിബിൾ പടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുത്ത് പടം കണ്ടു നോക്കുക. കാരണം ഈ സിനിമയിൽ ഈ ഫ്രാഞ്ചൈസിനുള്ള ഒരു പെർഫെക്റ്റ് എൻഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇൻ മൈ ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ടൈലന്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ ഇവർക്ക് ഇനി 9ാം പാർട്ടും 10ാം പാർട്ടൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇറക്കി കൊണ്ടുപോകാം. അങ്ങനത്തെ രീതിയിലൊക്കെ നിർത്തി വെച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതാണ് പെർഫെക്റ്റ് എൻഡിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു പടത്തിൽ അവർക്ക് ഇതേമാതിരി കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്തായാലും ഇതൊരു പെർഫെക്റ്റ് എൻഡിംഗ് ആണ്. പിന്നെ ഇവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു മിഷൻ ഇമ്പോസിബിൾ പടം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനിയൊരു മിഷൻ ഇമ്പോസിബിൾ പടം വരുന്നത് വിചാരിക്കും വേണ്ട. അപ്പോൾ കാണേണ്ടവർക്കൊക്കെ ടിക്കറ്റ് എടുത്ത് പടം കണ്ടോ. പിന്നെ എനിക്ക് ഈ ഫിലിം ഫ്രാഞ്ചൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് മിഷൻ ഇമ്പോസിബിൾ റോഗ് നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അഭിപ്രായമാണ്. എന്ന് വെച്ചാൽ 5ാമത്തെ പാർട്ട് ആ പാർട്ടാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഈ പടമായിരിക്കും ഈ ദ ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. അപ്പോൾ നിങ്ങളുടെ ഈ മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണെന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ റിവ്യൂസിനായി അപ്ഡേഷനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ട ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.